ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ വലിയവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പി നോക്കാം. ഇത് സാധാരണ നമ്മൾ അരി ഉഴുന്ന് അരച്ചുണ്ടാക്കുന്ന ദോശയോ ഗോതമ്പ് ദോശയോ ഒന്നുമല്ല. ഇതൊരു വെറൈറ്റി ദോശയാണ്. അതിനാദ്യം വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്, നമ്മുടെ പത്തിരിപ്പൊടി. അതൊരു മിക്സിയുടെ ജാറിലേക്ക്, വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി, തോലൊക്കെ കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കൊടുക്കുക. ഇത് നമ്മൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങൊന്നുമല്ല, വെറും പച്ച ഉരുളക്കിഴങ്ങാണ്. ഇനി അതിലേക്ക് 2 പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അവരവരുടെ എരിവിനനുസരിച്ച്, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് എരിവ് കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പഴുത്ത തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് പഴുത്ത് അതിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കൊടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഇനി അതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 മുതൽ 3/4 കപ്പ് വരെ ഓട്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. ഓട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അരച്ച് കഴിയുമ്പോൾ ഒരല്പം തിക്കായിരിക്കും. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറൊന്ന് കഴുകി അതും കൂടെ ഒഴിച്ചു കൊടുത്താൽ കറക്റ്റ് കൺസിസ്റ്റൻസി ആകും. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം അതിനെ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കാരണം നമ്മൾ ഈ ഓട്സും ഒക്കെ ചേർത്ത് അരച്ചതല്ലേ, അപ്പോൾ അതൊന്ന് മാവൊന്ന് സെറ്റായി വരാൻ വേണ്ടിയാണ് ഇത്തിരി നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. ഇനി നമ്മൾ ദോശക്കല്ല് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോ തവിയായിട്ട് കോരി ഒഴിച്ച് വളരെ നൈസായിട്ട് പരത്തിയെടുക്കുക. ഇത് നമുക്ക് അരിപ്പൊടിയാണെന്നൊന്നും ഓർത്ത് പേടിക്കേണ്ട, അത്ര നൈസായിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം. നല്ല ദോശ കിട്ടും. സാധാരണ അരിപ്പൊടി കൊണ്ട് നമ്മൾ ദോശയൊക്കെ കലക്കി ചുട്ടാൽ നിരത്താനും പറ്റില്ല, പൊട്ടി പോവുകയും ചെയ്യും, ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇതങ്ങനെയൊന്നുമില്ല, വളരെ നല്ലതാണ്. ഒരല്പം നെയ്യും കൂടെ ചേർത്ത് ചുട്ടെടുക്കുക. ഇങ്ങനെ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുക. വളരെ നൈസായിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തക്കാളി മുളകൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് ദോശയ്ക്ക്. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയുമാണ്, സോഫ്റ്റുമാണ്, ക്രിസ്പിയുമാണ്. നല്ലൊരു കളറും ഉണ്ട് ദോശയ്ക്ക്. ശരിക്കും ഇതിന് ചട്നിയുടെ ഒന്നും ആവശ്യമേ ഇല്ല. പിന്നെ വേണമെങ്കിൽ തക്കാളി ചട്നി ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.